ഇപ്പോൾ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. അതിൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ്സ്, നമ്മൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന സറൗണ്ടിങ്സ് ആണ് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറയുന്നത് കെമിസ്ട്രി ഓഫ് എർത്ത്സ് നാച്ചുറൽ പ്രോസസ് വിച്ച് ഒക്കർ ഇൻ എയർ, വാട്ടർ ആൻഡ് സോയിൽ. അതായത് നമ്മൾ നാച്ചുറൽ ഒക്കർ ചെയ്യുന്ന വാട്ടർ, എയർ, സോയിൽ ഇതിലൊക്കെ ഉണ്ടാകുന്ന കെമിസ്ട്രി ആണ് നമ്മൾ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. Human beings have disturbed the natural environment. Chemical aspect of it constitute the main subject of environmental chemistry. അതായത് നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ഹ്യൂമൻ ബീങ്സ് കുറേ ഇടപെട്ട് കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. Environmental chemistry is a multidisciplinary science involving chemistry, physics, life science, agriculture, medical science, public health, sanitary engineering, etc. ഈ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്സ് കാണാം, ഫിസിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്സ് ഉണ്ടാവാം, സയൻസ്, ലൈഫ് സയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത സബ്ജക്റ്റ് ഉണ്ടാവാം, അഗ്രികൾച്ചർ, മെഡിക്കൽ സയൻസ്, പബ്ലിക് ഹെൽത്ത്, സാനിറ്ററി എൻജിനീയറിങ്, ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ടോപ്പിക്സ് നമുക്ക് കാണാൻ പറ്റും. Men during the early period of civilization led a primitive, simple life in complete harmony with nature, using very little of the natural resources. പണ്ട് പ്രിമിറ്റീവായിട്ടുള്ള ആൾക്കാർ അവർക്ക് ആവശ്യമുള്ള റിസോഴ്സസ് മാത്രമേ യൂസ് ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിലധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുക ചെയ്യുന്നത് നാച്ചുറലിനെ. മനുഷ്യൻ അവിടെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് കുറേ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് എല്ലാം നാച്ചുറൽ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഓർസ്, വാട്ടർ, ഗ്യാസസ്, എലമെൻ്റ്, ഫ്യൂവൽസ്, അങ്ങനെയുള്ള. ഇൻ അഡീഷൻ തൗസൻഡ്സ് ഓഫ് സിന്തറ്റിക് മെറ്റീരിയൽസ് ആർ മാനുഫാക്ചേർഡ് ടുഡേ ഓൺ ലാർജ് സ്കെയിൽ. അതിൻ്റെ കൂടാതെ തന്നെ സിന്തറ്റിക് ആയിട്ട് കുറേ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നുണ്ട്. സച്ച് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ക്രിയേറ്റഡ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് എല്ലാം പൊല്യൂഷൻ കാരണമാക്കുന്നുണ്ട്. അപ്പോൾ പൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ കണ്ടാമിനേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് വിത്ത് അൺഡിസൈറബിൾ സബ്സ്റ്റൻസസ് കോസിങ് ഡാമേജ് ടു ദി ലിവിങ് ഓർഗാനിസം. അപ്പോൾ പൊല്യൂഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റിൻ്റെ കണ്ടാമിനേഷൻ. എന്തിനെ കൊണ്ടുള്ള കണ്ടാമിനേഷൻ? അൺഡിസൈറബിൾ സബ്സ്റ്റൻസസ്, അതായത് എർത്തിലെ ജീവജാലങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന അൺഡിസൈറബിൾ സബ്സ്റ്റൻസസ് കാരണം എൻവയോൺമെൻറ്റ് കണ്ടാമിനേറ്റ് ആവുന്നതിനെ നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സബ്സ്റ്റൻസ് വിച്ച് കോസസ് പൊല്യൂഷൻ ഈസ് കോൾഡ് പൊല്യൂട്ടൻ്റ്. പൊല്യൂഷന് കാരണമാകുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പൊല്യൂട്ടൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുറച്ച് പൊല്യൂട്ടൻസിനെ നോക്കാം. ഗ്യാസസ് ലൈക്ക് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? പൊല്യൂട്ടൻസിന് ഉദാഹരണമാണ്. ഇനി കോമ്പൗണ്ട്സ് ഓഫ് മെറ്റൽസ് ലൈക്ക് ലെഡ്, മെർക്കുറി, സിങ്ക്. ഈ ലെഡ്, മെർക്കുറി, സിങ്കിൻ്റെ എല്ലാം കോമ്പൗണ്ട്സും ഒരു പൊല്യൂട്ടൻ്റാണ്. പെസ്റ്റിസൈഡ്സ്, ഡിറ്റർജൻസ്, സീവേജ്, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? പൊല്യൂട്ടൻസിന് ഉദാഹരണങ്ങളാണ്. These pollutants can cause air pollution, water pollution, soil pollution, depending upon the part of environment in which they are released. അതായത് ഈ പറഞ്ഞിരിക്കുന്ന പൊല്യൂട്ടൻസ് ഈ എൻവയോൺമെൻറ്റിൻ്റെ ഏത് പാർട്ടിലേക്കാണ് അത് റിലീസ് ചെയ്യുന്നത്? എയറിലേക്കാണോ, വാട്ടറിലേക്കാണോ, സോയിലിലേക്കാണോ? അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എയർ പൊല്യൂഷനാണോ, വാട്ടർ പൊല്യൂഷനാണോ, സോയിൽ പൊല്യൂഷനാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇൻ അഡീഷൻ ടു ദീസ് പൊല്യൂട്ടൻസ് ലൈക്ക് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, ഹീറ്റ് ആൻഡ് നോയ്സ് കോസ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ ആൻഡ് നോയ്സ് പൊല്യൂഷൻ റെസ്പെക്റ്റീവ്ലി. ഇങ്ങനെയുള്ള ഗ്യാസസ് സബ്സ്റ്റൻസ് കൂടാതെ, ലിക്വിഡ് സോളിഡ് സബ്സ്റ്റൻസസ് കൂടാതെ റേഡിയോ ആക്റ്റീവായിട്ടുള്ള സബ്സ്റ്റൻസും പൊല്യൂട്ടൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഹീറ്റും നോയ്സും കാരണം റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, തെർമൽ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, നോയ്സ് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയർ പൊല്യൂഷനെ കുറിച്ചിട്ടാണ്.
Air pollution is defined as the contamination of air by undesirable substances causing damage to living system. അപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെയിമിൽ തന്നെ ഉണ്ട് എയറിൻ്റെ കണ്ടാമിനേഷനാണ്. എയർ പൊല്യൂഷൻ അഫക്റ്റ് മെയിൻലി ദ ലോവസ്റ്റ് ലെയർ ഓഫ് ട്രോപ്പോസ്ഫിയർ ആൻഡ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പം ഈ എയർ പൊല്യൂഷൻ കൂടുതലായി അഫക്റ്റ് ചെയ്യുന്നത് ഏത് ഏരിയ ആണ്? അറ്റ്മോസ്ഫിയറിൻ്റെ ട്രോപ്പോസ്ഫിയർ ലെയറും സ്ട്രാറ്റോസ്ഫിയർ ലെയറുമാണ് കൂടുതലായിട്ടും അഫക്റ്റ് ആവുന്നത്. The tropospheric pollution is mainly due to gases, air pollutants like oxides of sulfur, nitrogen, carbon, hydrocarbon, hydrogen sulfide, and particulate pollutants like ash, dust, fumes, mist, smoke, etc. അപ്പോൾ ഈ ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷന് കാരണമാകുന്ന ഗ്യാസസ് എയർ പൊല്യൂട്ടൻസ് ആണ്. ഏതൊക്കെ? സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രോ കാർബൺസ്, ഹൈഡ്രജൻ സൾഫൈഡ്, അതുകൂടാതെ ആഷ്, ഡസ്റ്റ്, ഫ്യൂം, മിസ്റ്റ്, സ്മോക്ക്, അതൊക്കെ ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷന് കാരണമാകുന്നു. ഇനി stratospheric pollution includes the depletion of ozone layer, which arises mainly due to the presence of chlorofluorocarbons and oxides of nitrogen. ഈ സ്ട്രാറ്റോസ്ഫിയറിക് പൊല്യൂഷൻ എന്ന് പറയുമ്പം അതിൽ വരുന്ന മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷനാണ്. ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്ന പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് ക്ലോറോഫ്ലൂറോ കാർബണും നൈട്രജൻ്റെ ഓക്സൈഡ്സാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ. The troposphere contains about 80% of total mass of air and almost all of the water vapor. The tropospheric pollutants include gaseous air pollutants such as oxides of sulfur, nitrogen, carbon, hydrogen sulfide, hydrocarbon, ozone and other oxidants, and particulate pollutants such as dust, fume, mist, ash, smoke, etc. അപ്പോൾ ട്രോപ്പോസ്ഫിയറിക് പൊല്യൂഷൻ്റെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ആ പാർട്ടിൽ 80% എയറും ആൻഡ് വാട്ടർ വേപ്പേഴ്സുമാണ് വരുന്നത്. അതിൽ പൊല്യൂട്ടൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഗ്യാസസ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് സൾഫർ, നൈട്രജൻ, കാർബൺ തുടങ്ങിയതിൻ്റെ എല്ലാം ഓക്സൈഡ്സും, ഹൈഡ്രജൻ സൾഫൈഡ്, ഹൈഡ്രോ കാർബൺ, ഓസോണ്, ഓക്സിഡൻസ്, അതൊക്കെ കൂടാതെ ബാക്കി പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ്, അതായത് സ്മോക്ക്, മിസ്റ്റ്, ആഷ്, ഫ്യൂം, അതൊക്കെ. ഇനി നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് എയർ പൊല്യൂട്ടൻസും അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളതും നോക്കാം. ഇനി ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാസസ് എയർ പൊല്യൂട്ടൻസ് ആണ്. അതിൽ ഓക്സൈഡ്സ് ഓഫ് കാർബൺ കാരണമുള്ള എയർ പൊല്യൂട്ടൻസ്, കാർബൺ മോണോക്സൈഡ്. അതിൽ ഓക്സൈഡ്സ് ഓഫ് കാർബണിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പൊല്യൂട്ടൻ്റാണ് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും. അതിൽ ഫസ്റ്റ് വൺ കാർബൺ മോണോക്സൈഡ്. Carbon monoxide is produced by the incomplete combustion of all carbon containing fuels. ഈ കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എല്ലാം കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫ്യൂവൽസിൻ്റെ ഇൻകംപ്ലീറ്റ് ബേണിങ് കാരണമാണ് എന്തുണ്ടാകുന്നത്? കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. The reaction that takes place at a high temperature in industrial furnace like a blast furnace, industrial process involved in the manufacture of steel, paper and petroleum products are other major sources of it. ഇനി എവിടെ നിന്നാണ് ഇങ്ങനൊരു ഇൻകംപ്ലീറ്റ് കമ്പഷൻ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ കാരണം ഈ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഫർണസസിലാണ്. അതായത് ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അകത്ത്
അല്ലെങ്കിൽ മാനുഫാക്ചർ ഓഫ് സ്റ്റീല്, പേപ്പർ, പെട്രോളിയം, ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് ഒക്കെയാണ് നമ്മൾക്ക് ഈ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. A major portion of carbon monoxide comes from the exhaust of motor vehicle. അതുകൂടാതെ ഈ മോട്ടോർ വെഹിക്കിൾസിൻ്റെ എക്സോസ്റ്റിൽ നിന്ന്, പുക പോകുന്ന കോയിലിൽ നിന്ന് ആണ് ഏറ്റവും കൂടുതൽ കാർബൺ മോണോക്സൈഡ് വരുന്നത്. കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ അതിനെ നമ്മൾ സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പം ക്യാപിറ്റൽ C, ക്യാപിറ്റൽ O. CO is also generated by natural sources like forest fire, volcanic eruption, seed germination, electric discharge during storms. അതുകൂടാതെ ഈ വെഹിക്കിൾസിൻ്റെ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന സ്മോക്ക് കൂടാതെ നമ്മൾ വേറെ ടൈപ്പ് സോഴ്സസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫോറസ്റ്റ് ഫയറിൻ്റെ സമയത്ത് വുഡ് ബേൺ ചെയ്യും. വുഡ് എന്ന് പറയുന്നത് ഒരു കാർബണാണ്. അപ്പോൾ കാർബൺ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുമ്പോഴാണല്ലോ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഫയേഴ്സ്, വോൾക്കാനിക് ഇറപ്ഷൻ, സീഡ് ജെർമിനേഷൻ്റെ സമയത്തും കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഡിസ്ചാർജ് ഡ്യൂറിങ് സ്റ്റോംസിൻ്റെ സമയത്ത്, കൊടുങ്കാറ്റിൻ്റെ ഒക്കെ സമയത്ത് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഡിസ്ചാർജിലും നമുക്ക് കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സിഗരറ്റ് സ്മോക്ക് ഓൾസോ കണ്ടെയ്ൻ കാർബൺ മോണോക്സൈഡ്. സിഗരറ്റ് സ്മോക്കിൻ്റെ അകത്തും ഒരു പാർട്ട് എന്തുണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്. കാർബൺ മോണോക്സൈഡ് ഈസ് ഹൈലി പോയിസണസ് ഇൻ നേച്ചർ. ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഗ്യാസ് ഹൈലി പോയിസണസ് ആണ്. കാർബൺ മോണോക്സൈഡ് കമ്പൈൻ വിത്ത് ഹീമോഗ്ലോബിൻ ഓഫ് ബ്ലഡ് ടു ഫോം കാർബോക്സി ഹീമോഗ്ലോബിൻ. ഈ പുകവലിക്കുന്നവരൊക്കെ ഈ കാർബൺ മോണോക്സൈഡ് അവരുടെ ബോഡിയിലെത്തും. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡും അവരുടെ ബോഡിയിലുണ്ടാകുന്ന ബ്ലഡിലെ ഹീമോഗ്ലോബിനും കമ്പൈൻ ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ടാകുന്നുണ്ട്. ദി കാർബോക്സി ഹീമോഗ്ലോബിൻ മേക്ക് ഹീമോഗ്ലോബിൻ അണേബിൾ ടു ടേക്ക് അപ്പ് ഓക്സിജൻ ഫ്രം ലങ്സ്. അപ്പം നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ ട്രാൻസ്ഫറാണ്. ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ ഹീമോഗ്ലോബിനിലേക്ക് ഈ കാർബൺ മോണോക്സൈഡ് വന്ന് അത് റിയാക്ട് ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ ആയിക്കഴിയുമ്പോൾ ഈ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി, എല്ലാ ബോഡി പാർട്സിലേക്കും ഓക്സിജൻ എത്തിക്കാനുള്ള കപ്പാസിറ്റി കുറയും. This result in reduction of quantity of oxygen available to the body cell. അതുകൊണ്ട് എന്താ, എല്ലാ ഭാഗത്തും എത്തേണ്ട ഓക്സിജൻ്റെ അളവ് കുറയും. ദിസ് ഈസ് കോൾഡ് അനോക്സിയ. ഈ അവസ്ഥേനെയാണ് നമ്മൾ പറയുക അനോക്സിയ അല്ലെങ്കിൽ ഓക്സിജൻ സ്റ്റാർവേഷൻ എന്ന്. ദിസ് പ്രൊഡ്യൂസസ് സഫോക്കേഷൻ ആൻഡ് മേ ഇവൻ ലീഡ് ടു ഡെത്ത്. ഇങ്ങനെ ഓക്സിജൻ എത്താണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് വരും, ശ്വാസം മുട്ടൽ വരും. അത് വേണമെങ്കിൽ മരണത്തിലേക്ക് വരെ എത്തിപ്പെടാം. ഇഫ് എ പേഴ്സൺ സ്മോക്സ് എ പാക്കറ്റ് ഓഫ് സിഗരറ്റ് ഡെയിലി, ഹി ഇൻഹേൽസ് കാർബൺ മോണോക്സൈഡ് ഫ്രം സിഗരറ്റ് സ്മോക്ക്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യുന്നത്, ശരിക്കും കാർബൺ മോണോക്സൈഡ് വലിച്ച് കയറ്റുക ചെയ്യുന്നത്. ദിസ് കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസസ് carboxy hemoglobin in the blood and hence normal body functions are disturbed. ഇയാൾ ഈ ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുമ്പോൾ അയാളുടെ ബോഡിയിലകത്ത് ഹീമോഗ്ലോബിൻ്റെ കൂടെ കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു. അത് കാരണം നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസ് എല്ലാം തെറ്റുന്നു. ഇറ്റ് ലീഡ്സ് ടു റെഡ്യൂസ്ഡ് മെൻ്റൽ പെർഫോമൻസ് വൈൽ ടേക്കിംഗ് ടെസ്റ്റ്, ഡ്രൈവിംഗ് ഓട്ടോമൊബൈൽസ് ആൻഡ് ടു ഹാർട്ട് ഡിസീസ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബോഡിയിലെ ബ്ലഡിൻ്റെ അകത്ത് ഹീമോഗ്ലോബിൻ്റെ കൂടെ ഈ കാർബൺ മോണോക്സൈഡ് കമ്പൈൻ ചെയ്തിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും,
നമ്മൾ മെൻ്റൽ പെർഫോമൻസിനെ ഇത് അഫക്റ്റ് ചെയ്യും. മെൻ്റൽ പെർഫോമൻസ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു എക്സാം എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴോ അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസിനും ഇത് കാരണമാവാം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് കാർബൺ ഡൈ ഓക്സൈഡ്സ് ആണ്. കാർബൺ മോണോക്സൈഡ് കാരണം എങ്ങനെയാണ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഇനി സെക്കൻഡ് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. Small quantity of carbon dioxide is not usually considered to be a pollutant. Its excess quantity in atmosphere has an adverse effect. ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനെ നമുക്ക് പൊല്യൂട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? പൊല്യൂട്ടൻ്റാണ്. ദ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ, കൾട്ടിവേഷൻ ഓഫ് സോയിൽ, eruption of volcanoes, respiration of living organisms, decay of dead organisms are important suppliers of carbon dioxide to the atmosphere. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് സപ്ലൈ ചെയ്യുന്ന സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫോസിൽ ഫ്യൂവൽസ്, കോള്, ഓയിൽ പോലുള്ള ഫോസിൽ ഫ്യൂവൽസ്, അതിൻ്റെ ഇൻക്രീസ്ഡ് യൂസേജ്, പിന്നെ സോയിൽ കൾട്ടിവേഷൻ, പിന്നെ വോൾക്കാനിക് ഇറപ്ഷൻ, പിന്നെ റെസ്പിറേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം, ഡീക്കേ ഓഫ് ഡെഡ് ഓർഗാനിസം. ഇതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോഴ്സസ്. ദ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഈസ് ഫർദർ ഇൻക്രീസ്ഡ് ബൈ deforestation since plants use carbon dioxide for photosynthesis. അപ്പം പിന്നെ വേറൊരു കാര്യം, ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടാനുള്ള വേറൊരു കാരണമെന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷൻ. മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ചെടിക്ക് എന്താ വേണം? ഫോട്ടോസിന്തസിസിന് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അപ്പം മരങ്ങളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അവരുപയോഗിക്കാത്ത കുറേ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകും. അതെന്തായി ആക്ട് ചെയ്യും? അപ്പോൾ പൊല്യൂട്ടൻസായി ആക്ട് ചെയ്യും. Carbon dioxide causes mild narcotic effect, stimulation of respiratory center and leads to asphyxiation. കാർബൺ ഡൈ ഓക്സൈഡ് കാരണം എന്തുണ്ടാകുന്നുണ്ട്? ആസ്ഫിക്സിയേഷൻ ഉണ്ടാകുന്നുണ്ട്. The increase in concentration of carbon dioxide changes the climatic conditions, especially by raising global temperature. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടുന്നതിനനുസരിച്ചിട്ട് അത് ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അതുവഴി എന്ത് കൂടുന്നു? ഗ്ലോബൽ ടെമ്പറേച്ചർ ഹൈ ആവുന്നു. ദിസ് ഫിനോമിനൺ ഈസ് നോൺ ആസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയത് കാരണം, ക്ലൈമാറ്റിക് വേരിയേഷൻ ഉണ്ടായത് കാരണം ഹൈ ഗ്ലോബൽ ടെമ്പറേച്ചർ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത പൊല്യൂട്ടൻസിനെ കുറിച്ചിട്ടാണ്. അടുത്ത പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ഓക്സൈഡ്സ് ഓഫ് സൾഫർ. The common oxide of sulfur is sulfur dioxide, which is the most harmful gaseous pollutant. ഈ ഓക്സൈഡ്സ് ഓഫ് സൾഫറിൽ ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡാണ്. This oxide is released into the atmosphere by volcanic eruption. ഇതെങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്? വോൾക്കാനിക് ഇറപ്ഷൻ വഴിയാണ് സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ജനറേറ്റഡ് ബൈ ദ തെർമൽ പ്ലാന്റ് വിച്ച് യൂസ് സൾഫർ കണ്ടെയ്നിങ് മെറ്റീരിയൽസ് ലൈക്ക് കോൾ ആൻഡ് ഓയിൽ ആസ് ഫ്യൂവൽ. ഈ വോൾക്കാനിക് ഇറപ്ഷൻ മാത്രമല്ല സൾഫർ ഡയോക്സൈഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. തെർമൽ പ്ലാന്റ്സിൽ നമുക്ക് ഓയിലും കോളും യൂസ് ചെയ്യുന്നുണ്ട് ഫ്യൂവലായിട്ട്. അതിൻ്റെ അകത്ത് എന്ത് കണ്ടൻ്റ് ഉണ്ട്? സൾഫർ കണ്ടൻ്റ് ഉണ്ട്. അങ്ങനെയും എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? സൾഫർ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് രണ്ടും കൂടാതെ അതർ സോഴ്സസ് ആർ ഓയിൽ റിഫൈനറി, പെട്രോളിയം ഇൻഡസ്ട്രി, സൾഫ്യൂരിക് ആസിഡ്
plants, etc. ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സൾഫർ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. സൾഫർ ഡയോക്സൈഡ് ഇറിറ്റേറ്റ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് ആനിമൽസ് ആൻഡ് ഹ്യൂമൻ. സൾഫർ ഡയോക്സൈഡ് എവിടെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇത് ഡാമേജസ് ലങ്സ് തകരാറിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് കോസ് ടെമ്പററി സ്പാം ഓഫ് സ്മൂത്ത് മസിൽസ് ഓഫ് ബ്രോങ്കിയോൾ. ചെറിയൊരു അളവിൽ സൾഫർ നമ്മുടെ ശരീരത്തിലെത്തിയാൽ തന്നെ അത് നമ്മുടെ ലങ്സിൻ്റെ ബ്രോങ്കിയോൾസിൻ്റെ മസിൽസിനെ അഫക്റ്റ് ചെയ്യും. ഇറ്റ് ക്യാൻ കോസ് acute irritation to the membranes of eyes, resulting in tears and redness. അതുകൂടാതെ ലങ്സിന് മാത്രമല്ല കണ്ണിനും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യും? ഇറിറ്റേഷൻസ് ഉണ്ടാകും. കണ്ണിൻ്റെ മെംബ്രെയിൻസിന് ഇറിറ്റേഷൻസ് വരും. അങ്ങനെ കണ്ണിൽ നിന്നും വെള്ളം വരാനും എന്തുണ്ടാവാനും കണ്ണിന് ചുവപ്പ് കളറ് വരാനും കാരണമാകും. SO2, sulfur dioxide, present in the atmosphere undergoes photolytic and catalytic oxidation to form SO3. ഇനി SO2 സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് 2 തരത്തിലുള്ള റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫോട്ടോലിറ്റിക് റിയാക്ഷൻ, ഒന്ന് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ. ഫോട്ടോലിറ്റിക് ഓക്സിഡേഷനും കാറ്റലിറ്റിക് ഓക്സിഡേഷനും വഴി അതെന്തായി മാറുന്നു? സൾഫർ ട്രൈ ഓക്സൈഡായിട്ട് മാറുന്നു. ദി അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻ ഈ സ്ലോ. കാറ്റലിസ്റ്റ് ഇല്ലാത്ത റിയാക്ഷൻ എന്താണ്? സ്ലോ പ്രോസസ്സാണ്. ബട്ട് പൊല്യൂട്ടഡ് എയർ ഓഫൺ കണ്ടെയ്ൻസ് particulate matter which catalyzes the oxidation. അതായത് കാറ്റലിസ്റ്റ് ഇല്ലെങ്കിലും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ് ഉണ്ട്. ആ പൊല്യൂട്ടൻസ് എന്തായിട്ട് ആക്ട് ചെയ്യും? കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്തിട്ട് അവിടെ എന്ത് സംഭവിക്കും? ആ റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടത്തും. The reaction can be promoted by the presence of NO2 or H2O2. റിയാക്ഷൻ പ്രൊമോട്ട് ചെയ്യാൻ ഏതൊക്കെ ഉണ്ടായാൽ മതി? H2O2 അല്ലെങ്കിൽ NO2 ഉണ്ടായാൽ മതി. The SO3 react with water in air to form H2SO4. അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കണ്ടൻറ് ഉണ്ടാവുമല്ലോ. ഈ SO3 ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കും? H2SO4 ഉണ്ടാക്കും. Sulfuric acid droplet attached to the soot particle may pass through the nose and damage the lungs. അപ്പോൾ നമുക്കവിടെ ഫോം ചെയ്യുന്നത് ആസിഡാണല്ലേ. H2SO4 എന്ന് പറയുന്ന ആസിഡാണ് ഫോം ചെയ്യുന്നത്. അത് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ എത്തും? നമ്മളെ ലങ്സിലെത്തിയിട്ട് നമ്മുടെ ലങ്സിന് തകരാറ് സംഭവിക്കും. When green plants are exposed to SO2 over longer period, the production of chlorophyll in plant is hampered and hence the plant lose the green color. ഇനി പ്ലാന്റ്സ് ഈ സൾഫർ ഡയോക്സൈഡിന് കുറേ കാലത്തേക്ക് ഇങ്ങനെ എക്സ്പോസ് ആയെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സിൻ്റെ ക്ലോറോഫിൽ പ്രൊഡക്ഷൻ ഇല്ലാണ്ടാവും, നിന്നു പോവും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പ്ലാന്റ്സിൻ്റെ ഗ്രീൻ കളറ് നഷ്ടപ്പെടും. ദ കൊറോഷൻ ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽ ലൈക്ക് ലൈംസ്റ്റോൺ, മാർബിൾ ആൻഡ് മെറ്റൽസ് ലൈക്ക് അയൺ, അലുമിനിയം എക്സെട്ര ഈസ് ആക്സിലറേറ്റഡ് ബൈ SO2. അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പം ഈ ബിൽഡിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന ലൈംസ്റ്റോണ്, മാർബിള്, പിന്നെ ഇരുമ്പ്, അലുമിനിയം, ഇതൊക്കെ കൊറോഡാവാൻ തുരുമ്പിക്കാനുള്ള കാരണം കൂടി ഏതാണ്? സൾഫർ ഡയോക്സൈഡിൻ്റെ പ്രസൻസാണ്. അപ്പോൾ നമ്മളിപ്പം തന്നെ ഡിസ്കസ് ചെയ്തത് സൾഫറിൻ്റെ ഓക്സൈഡ് കാരണം ഉണ്ടാകുന്ന പൊല്യൂഷനെ കുറിച്ചാണ്. അടുത്തത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. Among the oxides of nitrogen, nitric oxide and nitrogen dioxide are the main pollutants.
അപ്പം നൈട്രജൻ്റെ ഓക്സൈഡ്സിൽ മെയിൻ പൊല്യൂട്ടൻസ് ആയിട്ട് വരുന്നത് നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡുമാണ്. നൈട്രിക് ഓക്സൈഡിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് NO. നൈട്രജൻ ഡയോക്സൈഡിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് NO2. The main source of this oxide are internal combustion engines and coal and oil burning furnace. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് ഈ നൈട്രജൻ ഓക്സൈഡിൻ്റെ അല്ലെങ്കിൽ നൈട്രജൻ്റെ ഓക്സൈഡിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഓട്ടോമൊബൈലിൽ ഉണ്ടാവുന്ന ഇൻറ്റേർണൽ കമ്പഷൻ, പിന്നെ coal and oil burning furnaces. When coal, oil and natural gas undergo combustion, the high temperature produced by the combustion makes N2 and O2 present in the atmosphere combine together to form NO and NO2. ഈ കോളും ഓയിലും നാച്ചുറൽ ഗ്യാസും ഒക്കെ ഹൈ ടെമ്പറേച്ചറിൽ കമ്പഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ബേൺ ചെയ്യുന്ന സമയത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? N2ഉം O2 ഉള്ള അറ്റ്മോസ്ഫിയറിൽ N2 O2 കമ്പൈൻ ചെയ്തിട്ട് NOയും NO2 ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ കമ്പൈൻ ചെയ്യുള്ളൂ. ലോ ടെമ്പറേച്ചറിൽ N2ഉം O2ഉം കമ്പൈൻ ചെയ്യുകയില്ല, ഓക്സൈഡ്സ് ഫോം ചെയ്യുകയില്ല. കെമിക്കൽ പ്ലാന്റ് ലൈക്ക് ദോസ് വിച്ച് മാനുഫാക്ചർ എക്സ്പ്ലോസീവ് ആൻഡ് നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസസ് N2. അപ്പോൾ നൈട്രോജനസ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്നിടത്തുള്ള പിന്നെ എക്സ്പ്ലോസീവ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രീസിലൊക്കെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? NO2 ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ പ്രസൻറ്റ് ഇൻ ടൊബാക്കോ സ്മോക്ക്. ടൊബാക്കോ സ്മോക്കിൻ്റെ അകത്തും NO2 പ്രസൻ്റാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് സ്മോക്കിങ്ങിൻ്റെ സമയത്ത് എന്ത് ഇൻഹെയിൽ ചെയ്യുന്നുണ്ടോ? കാർബൺ മോണോക്സൈഡ്. അത് കൂടാതെ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചു, നൈട്രജൻ ഡയോക്സൈഡ് NO2 എവിടെ ഫോം ചെയ്യുന്നുണ്ട്? ഈ സിഗരറ്റ് സ്മോക്കിൽ ഉണ്ട്. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് NO2 കോസസ് റെസ്പിറേറ്ററി ഇൽനെസ് ആൻഡ് ഐ ഇറിറ്റേഷൻസ്. ഇതിൻ്റെ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സൾഫർ ഡയോക്സൈഡിലും മറ്റ് കാർബൺ മോണോക്സൈഡിലും ഒക്കെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ റെസ്പിറേറ്ററി ഇൽനെസ്, അതുകൂടാതെ ഐ ഇൽനെസ്സും ഐ ഇറിറ്റേഷനും ഇത് കാരണം ഉണ്ടാകുന്നുണ്ട്. NO2 ഈസ് വെരി കൊറോസീവ് ആൻഡ് അറ്റാക്ക് സ്കിൻ. NO2 എന്തിനെ അറ്റാക്ക് ചെയ്യും? സ്കിന്നിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ പ്ലേ എ കീ റോൾ ഇൻ ഡിസ്ട്രക്ഷൻ ഓഫ് ഓസോൺ ലെയർ. ഓസോൺ ലെയർ ഡിപ്ലീഷന് അല്ലെങ്കിൽ ഓസോൺ ലെയറിൻ്റെ ഡിസ്ട്രക്ഷന് എന്തിനും ഒരു എഫക്റ്റ് ഉണ്ട്? NO2നും ഒരു റോളുണ്ട്. The NO2 produced react with water, rainwater or moisture to form HNO3. അപ്പം NO2 നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ N2 O2 കമ്പൈൻ ചെയ്ത് ഹൈ ടെമ്പറേച്ചറിൽ കമ്പൈൻ ചെയ്തിട്ട് NO2 ഫോം ചെയ്യുന്നു. ആ NO2 ഇനി റെയിൻ വാട്ടറോ ഏതെങ്കിലും മോയ്സ്ചറോ ആയിട്ട് കമ്പൈൻ ചെയ്താൽ എന്തുണ്ടാവും? അവിടെ ഒരു ആസിഡ് ഉണ്ടാവും, NO3, which comes down in the form of acid rain. അത് ഇനി റെയിനായിട്ട് താഴേക്ക് വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. NO2 ഓൾസോ ഹെൽപ്പ് ദ ഫോർമേഷൻ ഓഫ് സ്മോഗ്. സ്മോഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും NO2 ഒരു റീസണാണ്. സ്മോഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോക്ക് പ്ലസ് ഫോഗ്, അതായത് മഞ്ഞും പുകയും കൂടിയുള്ള അവസ്ഥ, അതാണ് സ്മോഗ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ നൈട്രജൻ്റെ ഓക്സൈഡ്സ് കാരണം എങ്ങനെയാണ് പൊല്യൂഷൻ ഉണ്ടാകുന്നതെന്ന്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ്, അതായത് ഈ
ഓക്സൈഡ്സ് ഓഫ് നൈട്രജനും സൾഫറും കാർബണും ഒന്നും കൂടാതെ പർട്ടിക്കുലറ്റ് പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞിട്ട് മിസ്റ്റ്, സ്മോക്ക്, ഫ്യൂംസ്, ഡസ്റ്റ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്താണ് പർട്ടിക്കുലറ്റ് പൊല്യൂട്ടൻസ്? സ്മോൾ സോളിഡ്സ് ഓർ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് സസ്പെൻഡഡ് ഇൻ എയർ ആർ കോൾഡ് പർട്ടിക്കുലറ്റ്. അപ്പോൾ എയറിൽ സസ്പെൻഡ് ആയിട്ടുള്ള, എയറിൽ തങ്ങി നിൽക്കുന്ന സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? പർട്ടിക്കുലേറ്റ്സ് എന്ന് പറയാം. എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ദ ബ്ലാക്ക് സ്മോക്ക് റിലീസ്ഡ് ഇൻ ടു എയർ ബൈ എ ഡീസൽ എഞ്ചിൻ. ഒരു ഡീസൽ എഞ്ചിൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ഒരു പുക, കറുത്ത പുക, അതെന്തിന് ഉദാഹരണമാണ്? പർട്ടിക്കുലേറ്റ്സിന് ഉദാഹരണമാണ്. ദ പർട്ടിക്കുലേറ്റ്സ് ഇൻ അറ്റ്മോസ്ഫിയർ മേ ബി വയബിൾ ഓർ നോൺ വയബിൾ. അപ്പോൾ രണ്ട് ടൈപ്പ് പർട്ടിക്കുലേറ്റ്സ് ഉണ്ട്, വയബിൾ ആൻഡ് നോൺ വയബിൾ. Viable particulates are minute living organisms that are dispersed in atmosphere. അപ്പം ഈ വയബിൾ പർട്ടിക്കുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ലിവിങ് ഓർഗാനിസമാണ്, മൈന്യൂട്ടായിട്ടുള്ള ലിവിങ് ഓർഗാനിസമാണ്. അതാണ് അറ്റ്മോസ്ഫിയറിലേക്ക് ഡിസ്പേഴ്സ് ആവുന്നത്. ദീസ് ഇൻക്ലൂഡ്സ് ബാക്ടീരിയ, ഫഞ്ചൈ, മൗൾസ്, ആൽഗെ. ഈ വയബിൾ എന്ന് പറയുമ്പോൾ ലിവിങ് ആണല്ലോ. അതിൽ വരുന്നത് ഏതൊക്കെയാണ്? ബാക്ടീരിയ ഉണ്ടാവാം, വൈറസ് ഉണ്ടാവാം, ഫഞ്ചൈ ഉണ്ടാവാം, മൗൾസ് ഉണ്ടാവാം. ഹ്യൂമൻ ബീങ്സ് ആർ അലർജിക് ടു സം ഓഫ് ദി ഫഞ്ചൈ. അങ്ങനെ പർട്ടിക്കുലേറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പർട്ടിക്കുലേറ്റ്സ് ആയിട്ട് റിലീസ് ചെയ്യുന്നതിൽ ഫംഗസ് ഉണ്ടെങ്കിൽ അത് ഹ്യൂമൻ ബീങ്സിന് അത്ര ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്, അത് അലർജിക്കാണ്. ഫഞ്ചൈ ക്യാൻ ഓൾസോ കോസ് പ്ലാന്റ് ഡിസീസ്. ഈ അറ്റ്മോസ്ഫിയറിൽ റിലീസ് ചെയ്യുന്ന ഫഞ്ചൈ എന്തുകൂടെ ഉണ്ടാക്കാം? പ്ലാന്റ് ഡിസീസസിനും കൂടെ കാരണമായിരിക്കും. അപ്പം നോൺ വയബിൾ പാർട്ടിക്കുലേറ്റ്സ് അതെന്താണ്? ദീസ് ആർ ഫോംഡ് എയ്തർ ബൈ ദി ബ്രേക്ക് ഡൗൺ ഓഫ് ലാർജർ മെറ്റീരിയൽ ഓർ ബൈ ദി കണ്ടൻസേഷൻ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഓർ ഡ്രോപ്ലെറ്റ്. അപ്പോൾ ഈ നോൺ വയബിൾ ആയിട്ടുള്ള പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത് എങ്ങനെ ഫോം ചെയ്യുന്നതാണ്? ലാർജർ മെറ്റീരിയൽസിൻ്റെ ബ്രേക്ക് ഡൗൺ കാരണം, അല്ലെങ്കിൽ മൈന്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ കണ്ടൻസേഷൻ കാരണമാണ് എന്തുണ്ടാകുന്നത്? നോൺ വയബിൾ പർട്ടിക്കുലേറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പം നോൺ വയബിൾ പർട്ടിക്കുലേറ്റ്സിന് ഉദാഹരണമാണ് മിസ്റ്റ്, സ്മോക്ക്, ഫ്യൂം, ഡസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം Mist are produced by the particles of spray liquid and condensation of vapors in air. അപ്പം മിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പ്രേ ലിക്വിഡ്സിൻ്റെയും വേപ്പേഴ്സിൻ്റെയും കണ്ടൻസേഷൻ കാരണമാണ് മിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഹെർബിസൈഡ് ആൻഡ് ഇൻസെക്ടിസൈഡ് ദാറ്റ് മിസ് ദ ടാർഗറ്റ് ട്രാവൽ ത്രൂ ദ എയർ ആൻഡ് ഫോം മിസ്റ്റ്. അതായത് നമ്മൾ ചെടിക്ക് അടിക്കുന്ന ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ്, ഹെർബിസൈഡ്സൊക്കെ ചിലപ്പോൾ അതിൻ്റെ മേലെ തന്നെ ഇങ്ങനെ ഡ്രോപ്ലെറ്റ് ആയിട്ട് നിൽക്കും. അത് കണ്ടൻസ് ചെയ്ത് എന്തായും എയറിൽ ട്രാവൽ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് എന്ത്? മിസ്റ്റ് എന്ന് പറയുന്നത്. സ്മോക്കാണ് അടുത്തത്. Smoke contains very small soot particles produced during the burning of fuel like coal and oil in homes and factories. Tobacco smoke is a typical example. Smoke എന്ന് പറയുന്നത് ഫ്യൂവൽസ് ബേൺ ചെയ്യുന്ന സമയത്ത് കോള്, ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേൺ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്മോക്ക്. അപ്പോൾ ടൊബാക്കോ സ്മോക്ക് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ്. ഫ്യൂംസ് ആർ കണ്ടൻസ്ഡ് വേപ്പേഴ്സ്. കണ്ടൻസ്ഡ് വേപ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂംസ് എന്ന് പറയുന്നത്. certain substances like acid, alkalis, metal, etc. can vaporize and then condense in air to form fumes. അപ്പോൾ ഫ്യൂംസ് ഉണ്ടാവാൻ ആൽക്കലീസോ ആസിഡ്സോ മെറ്റൽസോ എന്തായിക്കോട്ടെ അത് കണ്ടൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്തിട്ട് കണ്ടൻസ് ചെയ്ത് എന്താവാം? ഫ്യൂംസ് ആയിട്ട് മാറാം. ഡസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹെവി ട്രാഫിക് ഓൺ റോഡ് ആൻഡ് ഇൻ സം ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻ വിച്ച് ഇൻവോൾവ് ക്രഷിംഗ്, ഗ്രൈൻഡിങ് എക്സെട്ര.
ഈ ഡസ്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? റോഡിലെ ഹെവി ട്രാഫിക് കാരണം, പിന്നെ ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻസ്, ക്രഷിങ്, ഗ്രൈൻഡിങ്, അതൊക്കെ കാരണമാണ് എന്തുണ്ടാവുന്നത്? ഡസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോക്സിക് ഇഫക്റ്റ് ഓഫ് പെർട്ടിക്കുലേറ്റ് മാറ്റർ ആണ്. മോസ്റ്റ് ഓഫ് ദ പെർട്ടിക്കുലേറ്റ് മാറ്റർ ആർ കാർസിനോജനിക്. ഈ പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സൊക്കെ കൂടുതലും എന്തുണ്ടാക്കുന്നവയാണ്? ക്യാൻസർ ജനറേറ്റിംഗ് ആയിട്ടുള്ളതാണ്. ഇൻഹലേഷൻ ഓഫ് സ്മോൾ പാർട്ടിക്കിൾ ഇറിറ്റേറ്റ് ലങ്സ് ആൻഡ് എക്സ്പോഷർ ടു സച്ച് പാർട്ടിക്കിൾ ഫോർ ലോങ് പീരിയഡ് ഓഫ് ടൈം കോസസ് scarring or fibrosis of the lung lining. അപ്പോൾ കൂടുതലായിട്ട് ഈ പുക, മിസ്റ്റ്, സ്മോക്ക്, ഡസ്റ്റ് ഇതിനെ എക്സ്പോസ് ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൽ ലങ്സിൽ എന്തുണ്ടാവും? ഫൈബ്രോസിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ് ആർ നോൺ ഡീഗ്രേഡബിൾ ആൻഡ് ആസ്ബസ്റ്റോസ് ഡസ്റ്റ് കോസ് ദ ഡിസീസ് കോൾഡ് ആസ്ബസ്റ്റോസിസ് ഡിസീസ്. അപ്പോൾ ഈ ആസ്ബസ്റ്റോസ് എന്ന് പറയുന്നതിൻ്റെ ഫൈബേഴ്സ് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഡസ്റ്റ് കാരണം ഉണ്ടാകുന്ന അസുഖമാണ് ഇത് ആസ്ബസ്റ്റോസിസ് ഡിസീസ്. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ഡിസീസ് ഈസ് വെൽ നോൺ ഇൻ ഇൻഡസ്ട്രിയൽ സെറ്റിംഗ് ആൻഡ് ടേംഡ് ആസ് ന്യൂമോകോണിയോസിസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെറ്റിങ്സിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ സാധാരണമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ വിളിക്കുന്നതാണ് എന്ത്? ന്യൂമോകോണിയോസിസ് എന്നാണ് ഇങ്ങനെയുള്ള അസുഖങ്ങളെ വിളിക്കുക. The particulate matter in air reflect back some of the sun's heat rays and thus undue cooling of the earth take place. അപ്പോൾ particulate matter എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻ എയർ റിഫ്ലക്റ്റ് ബാക്ക് സം ഓഫ് ദ സൺസ് ഹീറ്റ് റേസ്. സണ്ണിൽ നിന്ന് വരുന്ന ഹീറ്റ് റേസിനെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഏത്? ഈ പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്. ദസ് അൺഡ്യൂ കൂളിംഗ് ഓഫ് ദ എർത്ത് ടേക്ക് പ്ലേസ്. അതുകൊണ്ട് എന്തുണ്ടാവാം? എർത്തിൻ്റെ കൂളിങ് നടക്കുന്നുണ്ട്. പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഇൻ ദ സിറ്റി ഇൻക്രീസ് ദ ഫോർമേഷൻ ഓഫ് ഫോഗ് ആൻഡ് റെയിൻ. അപ്പോൾ സിറ്റീസിൽ പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് കൂടുതലാകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഫോഗ് അല്ല മഞ്ഞും മഴയൊക്കെ ഉണ്ടാകുന്നത്. ദ visibility decreases as the atmospheric particulate concentration increases. ഈ മിസ്റ്റ്, സ്മോക്ക്, ഫ്യൂംസ്, ഡസ്റ്റ് പോലെയുള്ള പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിൽ കൂടുന്ന സമയത്താണ് എന്തുണ്ടാവുക? വിസിബിലിറ്റി കുറയുക. അപ്പോൾ നമുക്ക് റോഡിൽ നടന്നു പോകുമ്പം മുമ്പിൽ ഫ്രണ്ടിലുള്ളതിനൊന്നും കാണാൻ വേണ്ടി പറ്റില്ല.